മണ്ഡല പുനർനിർണയ ബില്ല് വീണ്ടും അവതരിപ്പിക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ പ്രധാനമന്ത്രിക്ക് കത്തയച്ച് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. സർവകക്ഷി യോഗം വിളിച്ച് ചർച്ച ചെയ്യണമെന്ന് ഖാർഗെ ആവശ്യപ്പെട്ടു. പാർലമെന്റിൽ വീണ്ടും അവതരിപ്പിക്കുന്നതിന് മുൻപ് കൃത്യമായ പഠനം നടത്തണമെന്നും കത്തിൽ പറയുന്നു. കഴിഞ്ഞ സമ്മേളനത്തിൽ ബില്ല് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പരാജയപ്പെടുത്തിയിരുന്നു. റഷീദ് ബിൻ മുഹമ്മദ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. റഷീദ്, കഴിഞ്ഞ സമ്മേളനത്തിലും നമ്മൾ കണ്ടതാണ്, വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു അരങ്ങേറിയിരുന്നത്. ഇപ്പോഴിതാ കേന്ദ്രം വീണ്ടും ആ ഒരു കാര്യത്തിലേക്ക് നീങ്ങുമ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധിക്കാൻ തന്നെയാണോ നീക്കം? ശക്തമായി തന്നെ ഈ ബില്ലിനെ എതിർക്കുമെന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് ഡൽഹിയിൽ ചേർന്നിട്ടുള്ള കോൺഗ്രസിന്റെ സ്ട്രാറ്റജി മീറ്റിംഗിലാണ് ഇത്തരത്തിൽ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ മണ്ഡല പുനർനിർണയത്തിന് പിന്നിൽ വനിതാ സംവരണ ഭേദഗതി അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ബില്ല് വീണ്ടും കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ജൂലൈ 20-ാം തീയതിയാണ് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നത്. ഈ ഘട്ടത്തിൽ തന്നെ ഇത് കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ഇതിൽ ഒരു പ്രതിഷേധവും അതോടൊപ്പം തന്നെ സർവകക്ഷി യോഗം വിളിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഇത്തവണ ബില്ല് അവതരിപ്പിക്കുന്നതെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള പഠനം ഈ ബില്ലിന്മേൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് സർവകക്ഷി യോഗം വിളിക്കുകയും പ്രതിപക്ഷത്തിന്റെയും മറ്റു പാർട്ടികളുടെയും നേതാക്കന്മാരുടെയും വിശ്വാസത്തിലെടുക്കാൻ ഭരണപക്ഷം തയ്യാറാകണമെന്നുള്ള കാര്യം കൂടി മല്ലികാർജ്ജുൻ ഖാർഗെ ഈ കത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മണ്ഡല പുനർനിർണയത്തിന്റെ പിന്നിൽ ഈ വനിതാ സംവരണ ഭേദഗതി ബില്ലിന്റെ പിന്നിൽ മണ്ഡല പുനർനിർണയം നടത്താനുള്ള കേന്ദ്രത്തിന്റെ നീക്കത്തെ അത് പൂർണ്ണമായും പ്രതിപക്ഷ പാർട്ടികളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യം കൂടി അറിയിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യണമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ സ്ട്രാറ്റജി യോഗത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി റഷീദ്.